കെനോട്ടിന്റെ ഒരു വാക്വം ക്ലീനർ ആണ്. അപ്പൊ ഈ വാക്വം ക്ലീനർ കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാക്കി എടുക്കാൻ നോക്കാം. അടുത്തായിട്ട് നമുക്ക് അതിന്റെ സ്വിച്ച് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിന്റെ സ്വിച്ചിന് വല്ല കംപ്ലൈന്റ് ഉണ്ടാകുന്നോ, അതുകൊണ്ടാണ് ഇത് വർക്ക് ആവാത്തത്. നമ്മൾ ഞാൻ സ്വിച്ച് ചെക്ക് ചെയ്യണം. സ്വിച്ച് കറക്റ്റ് വീണിരിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് വർക്കാവുന്ന സമയത്ത് ഷേക്കിംഗ് ആയി മോട്ടർ അതിന്റെ അകത്ത് നിന്ന് കറങ്ങി ഒയറൊക്കെ ജംഗൽക്കും പുതിയ വീഡിയോ ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മളൊരു വാക്വം ക്ലീനർ കംപ്ലൈന്റ് ആക്കി അത് എങ്ങനെ റിപ്പയർ ചെയ്തെടുക്കുന്ന വീഡിയോ ചെയ്യുന്നത്. വീഡിയോയ്ക്ക് മുമ്പ് ആദ്യമായിട്ട് നിങ്ങളുടെ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എൻ്റെ അടുത്ത് ബെല്ലൈക്കൻ ആളാക്കിയാലും മറക്കരുത്. ഇന്നലെ ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. നിങ്ങൾ അവസരം കണ്ട് ലൈക്ക് ചെയ്യുന്ന മറന്നോ, ലൈക്ക് ചെയ്യാൻ കാണുക. നിങ്ങളെ കമന്റും ഷെയറും ലൈക്കും നമുക്ക് അടുത്തടുത്ത വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം. നമ്മൾ നീട്ടുന്നില്ല, നമ്മൾ നേരെ വീഡിയോയ്ക്ക് പോകണം. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ വീട്ടിലെ വാക്വം ക്ലീനർ കംപ്ലൈന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. 100% ഉറപ്പാണ്. അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക്. കെനോട്ടിന്റെ ഒരു വാക്വം ക്ലീനർ ആണ്. അപ്പൊ ഈ വാക്വം ക്ലീനർ കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാക്കി എടുക്കാൻ നോക്കാം. ഗൾഫിലൊക്കെ എല്ലാ വീട്ടിലും ഇത് കാണും, ഫ്ലാറ്റിലും വീട്ടിലൊക്കെ ഇത് കാണും. അതല്ലെങ്കിൽ ഇപ്പൊ നാട്ടിലും ഒരുവിധമുള്ള എല്ലാ വീട്ടിലും ഇപ്പൊ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഇതിനൊരു കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ഈസിയായിട്ട് റിപ്പയർ ചെയ്ത് ശരിയാക്കി തന്നെ നമുക്ക് എടുക്കാൻ പറ്റുമെന്നുള്ളത് നോക്കാം. അതിനായിട്ട് നമുക്ക് ഇവിടെ കാണാം. നമുക്ക് ആദ്യം ഇത് ഒന്ന് കസ്റ്റമർ കൊണ്ടുതന്നതാണ്. എന്നാലും നമുക്ക് ഒന്ന് ഓണാക്കി നോക്കാം. അതിന് പ്ലഗ് ഡ്രോപ്പ് കൊടുത്തിട്ട് അതിന്റെ സ്വിച്ച് ഇവിടെ കാണാം. ഈ സൈഡ് കാണാൻ ഇതാ സ്വിച്ച്, അത് അടിച്ചിട്ട് ഓണാക്കിയിട്ട് അത് ഓൺ ആവുന്നില്ല. അതിന്റെ ഫിൽറ്റർ സൈഡ് ഊരി മാറ്റി വയ്ക്കാം. ഫിൽറ്റർ സൈഡ് ഊരി മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് അതിന്റെ സ്ക്രൂ ഒക്കെ ഊരിയിട്ട് അതിന്റെ കവർ ഇളക്കി എടുക്കണം. അതിന്റെ മെയിനായിട്ടുള്ള ഫിൽറ്റർ ഊരി എടുത്തിട്ടുണ്ട്, ഓപ്പൺ ആക്കി. ഇതിൻ്റെ അകത്തൊരു ചെറിയ ഫിൽറ്റർ ഉണ്ട്. ആ ഫിൽറ്ററും കൂടെ നമ്മൾ മാറ്റി വയ്ക്കുകയാണ്. മാറ്റി വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ആ ഫിൽറ്റർ ഇളക്കി തന്നെ ഒരുപാട് കുറച്ച് പൊടിയുണ്ട് അതിൽ. അത് നമ്മൾ തിരിച്ചിടുമ്പോൾ നമ്മൾ ക്ലീൻ ആക്കി വേണം ഇടാൻ. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ സ്ക്രൂ കാണാൻ പറ്റും. ഒരു 5 സ്ക്രൂ ഉണ്ട്. ആ 5 സ്ക്രൂ ഞാൻ സ്റ്റാറിന്റെ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചത് ഇപ്പോൾ ഇളക്കി മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ സ്ക്രൂ ഇപ്പോൾ ഇളക്കി മാറ്റിയതിന് ശേഷം നമുക്ക് ഇനിയിപ്പോൾ അതിൻ്റെ കവർ നമുക്ക് പതുക്കെ ഊരിയെടുക്കാം. ഊരിയെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് ഊരിയെടുക്കണം. വലിച്ചെന്ന് പൊട്ടിക്കൽ പതുക്കെ ഊരിങ്ങി എടുത്താൽ അതേപ്പോൾ അത് കവറിഞ്ഞ് ഊരി വരും. ഇതാണ് കവർ. നമ്മൾ കവർ ഊരിയെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇറക്കണ സമയത്ത് ആ സ്പ്രിങ് കാണാം. സ്പ്രിങ്ങറിന് തെറിച്ചു പോകാൻ ശ്രദ്ധിക്കണം. ആ സ്പ്രിങ് ആണ് നമ്മളെ ഓൺ ഓഫിന്റെ സ്വിച്ചിന്റെ സ്പ്രിങ് ആണത്. അടുത്തായിട്ട് നമുക്ക് അതിന്റെ സ്വിച്ച് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിന്റെ സ്വിച്ചിന് വല്ല കംപ്ലൈന്റ് ഉണ്ടാകുന്നോ, അതുകൊണ്ടാണ് ഇത് വർക്ക് ആവാത്തത്. നമ്മൾ ഞാൻ ഇപ്പോൾ സ്വിച്ച് ചെക്ക് ചെയ്യണം. സ്വിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് സ്വിച്ചിന് കാര്യങ്ങളൊന്നുമില്ല, അതിൽ കണ്ടിന്യൂറ്റി കിട്ടുന്നുണ്ട്. പക്ഷേ ഇത് കണക്ക് തന്നെ ഫ്ലഗ് ടോപ്പിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂറ്റി കിട്ടുന്നില്ല. മോട്ടറോ അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് എവിടെ എന്തോ ചെറിയ കംപ്ലൈന്റ് ഉണ്ട്. അത് ഈ മോട്ടർ കത്തിപ്പോയെന്ന് നമുക്ക് അറിയത്തില്ല. അത് നമുക്ക് അങ്ങോട്ട് ചെക്ക് നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ. അതിനായിട്ട് നമ്മൾ അതിൻ്റെ ബാക്കി ഭാഗങ്ങളായിട്ട് ഊരി എടുക്കാനായിട്ട് ഇവിടെ വയർ വെച്ചിട്ട് ഒരു ക്ലിപ്പ് ഇട്ടിട്ടുണ്ട്. ആ ക്ലിപ്പ് നമ്മൾ സ്റ്റാൻഡ് സ്കൂട്ടർ വെച്ച് ഇളക്കി മാറ്റിയാണ്. അതിനാണ് സ്റ്റാൻഡ് സ്കൂട്ടർ വെച്ച് ഇളക്കി മാറ്റിയതിന് ശേഷം നിങ്ങൾ ഇവിടെ കാണാം. ഞാൻ ഇപ്പോൾ അത് ഇളക്കി മാറ്റിയിട്ടുണ്ട്. ഇളക്കി മാറ്റിയതിന് ശേഷം ഒരു വെള്ള വയർ, അതായത് വെളിയിൽ നിന്ന് വന്ന ഫ്ലഗ് ടോപ്പിന്റെ വെള്ള വയറാണ് ഈ കയറി പോയേക്കണം. ഈ വയർ നേരെ മോട്ടറിന്റെ ഉള്ളിലോട്ടാണ്, സ്വിച്ചിൽ പോയിട്ട് സ്വിച്ചിന്റെ അകത്തുനിന്ന് മോട്ടറിന്റെ ഉള്ളിലോട്ടാണ് ഈ വയർ കയറിയേക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ട്രേസ് ചെയ്യണം. ആ വയർ എങ്ങനെയാണ് പോയേക്കണമെന്നുള്ള ഇതിനൊക്കെ നോക്കിയെടുക്കുക. നോക്കിയെടുത്തതിന് ശേഷം ആ വയർ ഇനി ആ വയറിന്റെ ബാക്കി ഭാഗം കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മോട്ടറിന്റെ ഉള്ളിലെ കവർ ഇളക്കി എടുക്കണം. ഇതാണ് കാണുന്ന സ്വിച്ച്. അപ്പോൾ മോട്ടറിന്റെ ഉള്ളിലെ കവർ ഇളക്കി എടുക്കാനായിട്ട് അതിൽ ഒരു 4 സ്ക്രൂ ഉണ്ട്. ആ സ്ക്രൂ നമ്മൾ ഊരി മാറ്റേണ്ടതാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇപ്പോൾ സ്റ്റാറിന്റെ സ്കൂട്ടർ എടുത്തതിന് ശേഷം ആ 4 സ്ക്രൂ ഇപ്പോൾ ഞാൻ ഊരി മാറ്റുന്നുണ്ട്. നിങ്ങൾ ഇളക്കിയെടുക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ ഇളക്കുക. ആ എങ്ങനെ ഇളക്കിയെടുത്തതിന് മനസ്സിൽ ഓർമ്മിച്ച് വയ്ക്കുക. അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ രണ്ടാമത് ആ വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം ഞാൻ സ്ക്രൂ എല്ലാം ഊരി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അതിൻ്റെ മോട്ടറിന്റെ കവർ ഊരി മാറ്റാം. ഇപ്പം മോട്ടറിന്റെ കവർ ഊരി മാറ്റിയിട്ടുണ്ട്. അപ്പം അതിനുശേഷം മോട്ടറിന്റെ കവർ ഊരി മാറ്റിയതിനു ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു വെള്ള വയർ അകത്ത് കട്ടായിരിപ്പുണ്ട്. എങ്ങനെ അത് കട്ടായി പോയിട്ടുണ്ട്. ഇത് ഇവിടെ കാണാം, കത്തിപ്പോയി എന്തേ ചെയ്ത് അതിൻ്റെ ഒരു വയർ കട്ടായി പോയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ എടുത്ത് കാണിച്ചു തരാം. ഈ കാണുന്നതാണ് അതിൻ്റെ വയർ. ഈ കാണുന്നതാണ് അതിൻ്റെ വയർ ഇത് കട്ടായി പോയതുകൊണ്ടാണ് നമ്മൾ ഈ വാക്വം ക്ലീനർ വർക്ക് ആവാത്തത്. അപ്പം നമുക്ക് ഈ വയർ കണക്ട് ചെയ്യണം. അതിനായിട്ട് നമുക്ക് മോട്ടറും അതിൻ്റെ എല്ലാം ഇളക്കി പുറത്ത് വയ്ക്കണം. അപ്പോൾ നമുക്ക് മോട്ടർ ഇളക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ അകത്തൊരു റബ്ബർ ബുഷൊക്കെ കൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ച് തന്നെ ഇളക്കിയെടുക്കുക. പാടും കാര്യങ്ങളൊന്നുമില്ല, നിങ്ങൾ ഇളക്കിയെടുക്കുക. അത് ഇണക്കി തന്നെ അതിന് ശേഷം ഞാൻ ഇപ്പോൾ അതിൻ്റെ നമ്മളെ ഇളക്കിയെടുത്ത വയർ ഇവിടെ പിരിച്ച് സോൾഡർ ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് സോൾഡർ തന്നെ വെച്ച് നിങ്ങൾ അതായത് പിരിച്ച് വെച്ച് ടേപ്പ് അടിച്ച് വയ്ക്കരുത്. ഞാൻ സ്ലീവ് ഇട്ടതിന് ശേഷമാണ് സോൾഡർ ചെയ്യുന്നത്. നിങ്ങൾ സ്ലീവ് ഇല്ലെന്നുണ്ടെങ്കിൽ ഇൻസുലേഷൻ ടേപ്പ് അടിച്ചാലും മതി. ഞാൻ ഇപ്പോൾ അത് ഒരു കട്ട് ചെയ്ത് ഇലക്ട്രിക്കിൻ്റെ ചെറിയൊരു സ്ലീവ് ഞാൻ അതിൽ ഇടാൻ പോവുകയാണ്. കിട്ടിയതിന് ശേഷം നമ്മൾ സോൾഡറിങ് മെഷീൻ ഉപയോഗിച്ച് നല്ല രീതിക്ക് സോൾഡർ ചെയ്ത് പിടിക്കുന്നത് വെച്ചാൽ ഇത് വർക്കാവുന്ന സമയത്ത് ഷേക്കായി അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ തിരിച്ച് വെക്കുകയാണെങ്കിൽ ഇത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിൽ സോൾഡർ ചെയ്യാൻ ഇപ്പം ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ലെഡ് മേടിച്ചതിന് ശേഷം സ്ക്രൂ ഡ്രൈവർ ഒന്ന് സ്റ്റൗവിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം അത് സോൾഡർ ചെയ്ത് എടുത്താൽ മതി. ഇപ്പം ഞാൻ ഇവിടെ നമ്മളെ വയർ പിരിച്ചതിന് ശേഷം ഞാൻ ഇപ്പം സോൾഡറിങ് എടുത്ത് വെച്ച് സോൾഡർ ചെയ്യാൻ പോയി. ഇപ്പം നല്ല രീതിയിൽ ഞാൻ പിരിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ പിരിച്ചതിന് ശേഷം നമ്മൾ സോൾഡർ ചെയ്യാൻ എടുത്തിട്ട് നമ്മളത് സോൾഡർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഇനി അത് സോൾഡർ ചെയ്യും. അപ്പോൾ ഇപ്പം നമ്മളെ സോൾഡറിങ് കഴിഞ്ഞിട്ടുണ്ട്. സോൾഡറിങ് കഴിഞ്ഞതിന് ശേഷം ഞാൻ നമ്മളെ 2 സൈഡിലെ വയർ ആ ചൂട് പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം നമ്മളെ വയർ
കറക്റ്റ് നമ്മൾ ഇൻസ്റ്റേഷൻ ടൈപ്പ് അടിക്കുന്നതൊക്കെ ഉള്ളിലോട്ട് കയറി കിടക്കും. അതിനുശേഷം നമ്മൾ ആ ബ്ലാക്ക് സ്ലീവും കൂടെ എടുത്തിട്ടതിന് ശേഷം നമ്മൾ കുറച്ചുകൂടെ സേഫ്റ്റിക്ക് വേണ്ടി ശകലം ടാപ്പും കൂടെ അതിൻ്റെ കൂടെ അടിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ടാപ്പ് അടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ കാണാം, നമ്മൾ സോൾഡറിങ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ടാപ്പ് അടിച്ച് വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മോട്ടർ തിരിച്ച് അതിൽ സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്ക്വയർ കൂടെ കാണാൻ പറ്റും. അതിൻ്റെ ബേസിലും ഇതേണക്കൊരു സ്ക്വയർ കാണാം. ആ സ്ക്വയർ കറക്റ്റാക്കി തന്നെ വെക്കുക. അതിൻ്റെ അകത്ത് കറക്റ്റ് വീണിരിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് വർക്കാവുന്ന സമയത്ത് ഷേക്കിംഗ് ആയി മോട്ടർ അതിൻ്റെ അകത്ത് നിന്ന് കറങ്ങി ഒയറൊക്കെ മൊത്തവും കത്തിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് വെക്കുന്ന സമയത്ത് നിങ്ങൾ ഈ കറക്റ്റ് റബ്ബർ ബ്രഷ് അതിൻ്റെ ആ വെട്ടിൽ കറക്റ്റ് ഇറങ്ങി തന്നെ നിൽക്കണം. നിങ്ങൾക്ക് ഇവിടെ ഞാൻ ഇപ്പോൾ സെറ്റ് ചെയ്യണ കണക്ക് നിങ്ങൾ സെറ്റ് ചെയ്താൽ മതി. അത്രയും ശ്രദ്ധിച്ച് വേണം സെറ്റ് ചെയ്യാൻ. അല്ലെന്ന് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലെന്നുണ്ടെങ്കിൽ ആ മോട്ടർ കറക്റ്റ് അതിൽ ആ ബുഷ് കറക്റ്റ് അതിൻ്റെ അകത്ത് വീണ് കിടന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മോട്ടർ ഓൺ ആകുമ്പം ഇത് മോട്ടർ കറക്റ്റ് മൊത്തത്തിൽ അതിൻ്റെ അകത്ത് കിടന്ന് കറങ്ങി ഒയറൊക്കെ മൊത്തം പൊട്ടി ഫയർ ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തെടുത്ത് പറയുന്നത്. ഞാൻ തന്നെ അത്രയും ശ്രദ്ധിച്ചാണ് അത് ബുഷ് അതിൻ്റെ അകത്ത് ഇറക്കിയിട്ടത്. ഇപ്പോൾ ബുഷ് ഇറക്കിയിട്ടുണ്ട്. ആക്ച്വലി നിങ്ങൾക്ക് ഇവിടെ അതിൻ്റെ ആ കവറിൻ്റെ മേലൊരു കട്ടിങ് കാണാം. അത് നമ്മളെ ഈ ഒയർ ചുറ്റുന്നതിൻ്റെ ആ റൗണ്ടിൻ്റെ കട്ടിങ്, ഒരു വെള്ള കട്ടിങ് കാണാം. അത് കറക്റ്റ് അതിൻ്റെ അകത്ത് ഇറങ്ങി വരുന്ന രീതിക്ക് തന്നെ നിങ്ങൾ കറക്റ്റ് സീറ്റിംഗ് ആക്കി വയ്ക്കുക. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുമത്. ഇത് സീറ്റിംഗ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാതി മുക്കാൽ ഭാഗം കഴിഞ്ഞ് ഇനി നമുക്കിത് തിരിച്ച് സ്ക്രൂ ഇടണം. അതിന് മുമ്പായിട്ട് നമ്മൾ ഈ ഒയർ ഇനി പൊട്ടാതിരിക്കാൻ വേണ്ടി നമ്മൾ തിരിച്ച് കവർ ഇടുമ്പോഴും അതിൻ്റെ കവറും ടൈറ്റായി പൊട്ടാതിരിക്കാൻ വേണ്ടി നമ്മൾ കറക്റ്റ് ആ ഒയർ കൊണ്ടുപോകുന്ന വഴിയെ തന്നെ കറക്റ്റ് എടുത്ത് ഗ്രൂവ് ഉണ്ട്. ആ ഗ്രൂവ് വഴി കറക്റ്റ് എടുത്തിട്ട് നമ്മൾ അതിൻ്റെ സ്വിച്ച് കറക്റ്റ് വെച്ച് തന്നെ സെറ്റ് ചെയ്യണം. എന്നാലേ നമ്മൾ ആ മേളിൽ നമ്മൾ കുത്തുന്ന സമയത്ത് ആ പവർ ഓണാക്കാൻ കുത്തുന്ന സമയത്ത് കറക്റ്റ് നമ്മളെ മെഷീൻ വർക്കാവുള്ളൂ. അപ്പോൾ അതിന് കറക്റ്റ് ഇരിക്കണമെങ്കിൽ ഞാൻ ഇപ്പോൾ വെച്ച് കറക്റ്റ് ഒയറൊക്കെ കറക്റ്റ് വഴി എടുത്തിട്ട് ഞാൻ ഇപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്ക് ഇനിയിപ്പോൾ അതിൻ്റെ മേലത്തെ കവർ ഇടാം. അതിൻ്റെ ക്ലിപ്പും ഇപ്പോൾ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതേ കണക്കിന് നമ്മൾ അതിൻ്റെ ഒയർ വലിച്ചിട്ട് തിരിച്ച് കയറ്റി നോക്കണം. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഈ മൊത്തത്തിൽ ഇളക്കിക്കൊണ്ട് അതിൻ്റെ സ്പ്രിങ് വല്ല കംപ്ലൈൻറ്റ് ഉണ്ടോ കാര്യങ്ങളുണ്ടോ എന്ന് നോക്കണം. ഞാൻ ഇപ്പോൾ എൻ്റെ ഇതിലെല്ലാം കറക്റ്റാണ്. ഇപ്പോൾ സ്പ്രിങ് ഒയർ ഓട്ടോമാറ്റിക് തിരിച്ച് കയറി പോകുന്നുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം എനിക്ക് നോക്കുന്നത് വീണ്ടും ഇത് ഇളക്കേണ്ടി വരും. ഇപ്പോൾ അത് എല്ലാം ഓക്കെ ആയതുകൊണ്ട് ഞാൻ അതിൻ്റെ കവർ ഇട്ടിട്ടുണ്ട്. കവർ ഇപ്പോൾ നമ്മൾ കറക്റ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. കവർ 4 സൈഡും എല്ലാം കറക്റ്റ് ആണെന്ന് നോക്കുക. അതിനുശേഷം അതിൻ്റെ 5 സ്ക്രൂ ഒക്കെ ഇട്ട് ഞാൻ ഇപ്പോൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫിൽറ്ററും കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇനി ഇതൊന്ന് ഓണാക്കി നോക്കാം വർക്കാവുന്നുണ്ടോ എന്നുള്ളത്. അതിന് ഞാൻ പവർ പൊട്ടിയതിന് ശേഷം നമ്മളിപ്പോൾ ഇത് ഓണാക്കാൻ പോവുകയാണ്. ഞാൻ അത് ഓണാക്കിയാണ്. നമ്മളെ മെഷീൻ ഓൺ ആവുന്നുണ്ടോ എന്ന് ഇനിയിപ്പോൾ നമുക്കറിയാം. ദ പ്രസ് ചെയ്ത സ്ഥലത്ത് നമ്മളെ മെഷീൻ ഇപ്പോൾ ഓൺ ആവുന്നുണ്ട്. നല്ല രീതിക്ക് ഇപ്പോൾ നമ്മളെ മെഷീൻ ഇപ്പോൾ വർക്കാവുന്നുണ്ട്. ഓഫായി കഴിഞ്ഞാൽ കറക്റ്റ് ഓഫ് ആവുന്നുണ്ട്. അതിനൊക്കെ ഓൺ ആവുന്നുണ്ട്. കറക്റ്റ് ഓൺ ആവുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അതിൻ്റെ ഫിൽറ്റർ സൈഡ് ഇട്ടിട്ടുണ്ട്. ഫിൽറ്റർ ഇട്ടതിന് ശേഷം നമ്മൾ ഒന്നും കൂടെ അതിൻ്റെ വാക്കം ചെയ്യുന്നത് കറക്റ്റ് നല്ല പവർ വാക്കം ചെയ്യണമെന്ന് കൂടെ നോക്കിയാണ്. നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, പക്ഷേ എന്നാലും നമ്മളൊന്ന് നോക്കിയാണ്. നമ്മളിപ്പം വീണ്ടും പവർ ഓണായ ശേഷം നമ്മൾ നോക്കി നല്ല രീതിക്ക് വാക്കം പിടിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എടുത്ത ബെല്ലൈക്കൻ ആളാക്കിടാൻ മറക്കരുത്. എന്നാലും ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. നിങ്ങൾ ലൈക്ക് ചെയ്യാനെ കാണുക. അതിനൊക്കെ നിങ്ങളെ ഷെയറും ലൈക്കും കമൻറ്റും നമുക്ക് അടുത്തടുത്ത വീഡിയോയിലെ പ്രയോജനം. അപ്പോൾ നല്ലൊരു വർക്കുമായി നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ കാണാം.